ഏറെ വിവാദവും കോളിളക്കവും സൃഷ്ടിച്ച യൂറോപ്യൻ സൂപ്പർ ലീഗിനൊടുവിൽ പച്ചക്കൊടി. സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ക്ലബ്ബുകളെയും താരങ്ങളെയും വിലക്കുന്ന നടപടി നിയമവിരുദ്ധമാണെന്ന് യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഫിഫയ്ക്കും യുവേഫയ്ക്കും കനത്ത തിരിച്ചടിയാണിത്. ഇതിനു പിന്നാലെ യൂറോപ്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ ഫോർമാറ്റും പുറത്തു വന്നിട്ടുണ്ട്. സൂപ്പർ ലീഗ് ഉൾപ്പെടെ ഏതൊരു പുതിയ ഇന്റർ ക്ലബ് ഫുട്ബോൾ പ്രൊജക്റ്റും ഫിഫയുടെയും യുവേഫയുടെയും മുൻകൂർ അനുമതിക്ക് വിധേയമാക്കുകയും ക്ലബ്ബുകളെയും താരങ്ങളെയും അതിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ചട്ടങ്ങൾ നിയമവിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഫിഫ യുവേഫ നിയമങ്ങൾ സുതാര്യവും വസ്തുനിഷ്ഠവും വിവേചനരഹിതവുമാണെന്ന് ഉറപ്പുവരുത്തുന്ന യാതൊരു ചട്ടക്കൂടുകളുമില്ലെന്നും കോടതി വിധി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത് സൂപ്പർ ലീഗിന് ഉടനടി അംഗീകാരം നൽകുന്ന ഒന്നല്ല. വിധിക്ക് പിന്നാലെ യുവേഫ സമൂഹമാധ്യമങ്ങളിലൂടെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഈ വിധി സൂപ്പർ ലീഗിന് യാതൊരു അംഗീകാരമോ സാധൂകരണമോ നൽകുന്നില്ലെന്ന് യുവേഫ പ്രതികരിച്ചു. യുവേഫയ്ക്ക് അതിൻ്റെ പുതിയ നിയമങ്ങളിൽ ആത്മവിശ്വാസമുണ്ടെന്നും യൂറോപ്യൻ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്നും യുവേഫ വ്യക്തമാക്കി. യുവേഫയുടെ കുത്തക അവസാനിച്ചെന്നും ഫുട്ബോൾ സ്വതന്ത്രമായെന്നും സൂപ്പർ ലീഗിന്റെ സ്പോൺസർമാരായ A22 സ്പോർട്സ് മാനേജ്മെന്റിന്റെ CEO റൈക്കാർഡ് പറഞ്ഞു. ഇനി ക്ലബ്ബുകൾക്ക് ഭീഷണികളോ ശിക്ഷകളോ അഭിമുഖീകരിക്കേണ്ടതില്ല. അവർക്ക് അവരുടെ ഭാവി സ്വതന്ത്രമായി തീരുമാനിക്കാമെന്നും റൈക്കാർഡ് കൂട്ടിച്ചേർത്തു. A22 സ്പോർട്സ് മാനേജ്മെന്റ് സൂപ്പർ ലീഗിന്റെ പുതിയ ഫോർമാറ്റും പുറത്തുവിട്ടിട്ടുണ്ട്. 64 ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന സൂപ്പർ ലീഗിൽ ലീഗ് സ്റ്റേജ്, നോക്കൌട്ട് സ്റ്റേജ് ഘട്ടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. സ്റ്റാർ, ഗോൾഡ്, ബ്ലൂ എന്നിങ്ങനെ 3 ലീഗുകളിലായാണ് മത്സരങ്ങൾ. 16 ക്ലബ്ബുകൾ വീതം സ്റ്റാർ, ഗോൾഡ് ലീഗുകളിൽ മത്സരിക്കും. 32 ടീമുകളാണ് ബ്ലൂ ലീഗിൽ പങ്കെടുക്കുക. ഓരോ ടീമിനും 7 വീതം ഹോം ആൻഡ് എവേ മത്സരങ്ങൾ ഉണ്ടാവും. റെലഗേഷൻ, പ്രൊമോഷൻ രീതികളും അടങ്ങുന്നതായിരിക്കും പുതിയ സൂപ്പർ ലീഗ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.